വീണ്ടും നമുക്ക് പ്രകൃതിയിലേക്ക് യാത്രയായാലോ? എന്ത് ഭംഗിയുള്ള സ്ഥലമാണല്ലേ? അപ്പം നമ്മുടെ വീടിനടുത്തെന്നല്ല, നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ കല്ലേലി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കാഴ്ചകളാണ്. ആ തോട് ചെന്ന് ചേരുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ അച്ചൻകോവിലാറിലേക്കാണ് കേട്ടോ പോയി ചേരുന്നത്. ആ പാറ കണ്ടോ, അത് ഒരുപാട് ദൂരം വ്യാപിച്ച് കിടപ്പുണ്ട്. അതിന് മുകളിൽ പോകാൻ പറ്റുമെന്ന് പറയുന്നത് കേട്ടു. പക്ഷെ മഴ സമയത്തൊന്നും നമ്മളെയും കൊണ്ട് നടക്കില്ല. ഇത് കണ്ടോ, അച്ചൻകോവിലാറ് വളരെ കലുഷിതമായിട്ട് കലങ്ങി മറിഞ്ഞൊഴുകുന്നു. എനിക്ക് ഭയങ്കര പേടിയാണ്, അതേസമയം കൗതുകവുമാണ്. ചില മനുഷ്യരുടെ മനസ്സ് പോലെ ഇങ്ങനെ കലങ്ങി മറിഞ്ഞങ്ങട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ വഴി എന്താണെന്നല്ലേ കാണിക്കുന്നത്. ഈ വഴിയിലൂടെ കുറച്ച് സാഹസികമായിട്ട് തന്നെ ഞങ്ങൾ കയറി. അപ്പം അവിടെയുള്ള കാഴ്ചയെപ്പറ്റി ഞങ്ങൾക്കൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് എത്രത്തോളം ഭംഗിയുണ്ടാവും. പകുതി വഴിയിൽ കയറിയപ്പോൾ തന്നെ വിചാരിച്ചു, ഈ ബുദ്ധിമുട്ട് കാരണം തിരിച്ചങ്ങ് പോയാലോ എന്ന്. തിരിച്ചു പോയിരുന്നെങ്കിൽ അത്രയും മനസ്സിന് സന്തോഷം തരുന്നൊരു കാഴ്ച എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു. ചില സമയത്തൊക്കെ നമുക്ക് ചില ആഹാരം കഴിച്ചാലോ, അല്ലെങ്കിൽ ചില വസ്ത്രം ഇട്ടാലോ, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിച്ചാൽ പോലും കിട്ടാത്തത്ര ഒരു സംതൃപ്തിയാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് തരുന്നതല്ലേ. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് നോക്കുമ്പോഴും ആ പ്രകൃതിയിലേക്ക് തന്നെ കുറേ സമയം നോക്കിയിരിക്കുമ്പോഴും ഒക്കെ എന്തൊരു മനസ്സിന് എന്തൊരു സന്തോഷമാണെന്നറിയാമോ? മൈൻഡ് വളരെ അങ്ങ് ഫ്രഷ് ആവുന്നത് പോലെ തോന്നും. എന്ത് രസമാണല്ലേ കാഴ്ച കാണാനായിട്ട്. ഞാൻ കുറേ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു കേട്ടോ. അതാണ് ഇങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയായാലും നമുക്കൊരു കൊതി തീരാത്തതുപോലെ. ഒരുപാട് സമയമൊന്നും നിൽക്കാൻ സാധിച്ചില്ല, കാരണം മഴയൊന്നും മാറി നിൽക്കുന്ന സമയത്താണ് നമ്മൾ അവിടേക്ക് പോയത്. പിന്നെ ഏത് സ്ഥലത്ത് പോയാലും അവിടെയൊക്കെ റിസ്ക്കുകളുണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും യാത്ര ചെയ്യുക. അതിപ്പോൾ ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്കറിയാം. വെള്ളമാകുമ്പം പാറയാകുമ്പോൾ വഴുക്കലൊക്കെ ഉണ്ടാവും. നമ്മളെ സേഫാക്കി ഇങ്ങനെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് തന്നെ പോയി അതിനനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യുക. അപ്പം നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കുറേ സമയം അതിലേക്ക് തന്നെ നോക്കി നിന്ന് എന്തെന്നില്ലാത്തൊരു സന്തോഷവും മനസ്സിനൊരു കുളിർമയൊക്കെ കിട്ടിയൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും കാണാം. ടാറ്റാ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാട് ആവശ്യമാണേ.